ഒരു വർഷത്തേക്ക് സ്വർണ്ണം വാങ്ങരുതെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തോടെ ആശങ്കയിലായി വ്യാപാരികൾ. വില കൂടിയതോടെ വിൽപ്പന കുറഞ്ഞതും പ്രധാനമന്ത്രിയുടെ ആഹ്വാനം കൂടി ആയതോടെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വരുമെന്നാണ് ചെറുകിട ഇടത്തരം കച്ചവടക്കാർ പറയുന്നത്. കോഴിക്കോട് നിന്ന് മുഹമ്മദ് തോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങരുതെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സംസ്ഥാനത്തെ ചെറുകിട ഇടത്തരം സ്വർണ്ണ വ്യാപാരികളെയാണ്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ഈ സ്വർണ്ണ വ്യാപാരികളുടെ സംഘടന ഭാരവാഹികൾ തന്നെ നമ്മളോടൊപ്പമുണ്ട്. എങ്ങനെയാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തെ കാണുന്നത്? അത് ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ബാധിക്കുമോ? തീർച്ചയായും ഞങ്ങളുടെ ഈ വ്യാപാര മേഖല തകർന്നു പോകുന്ന ഒരു പ്രസ്താവനയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. അദ്ദേഹം ഉദ്ദേശിച്ചത് ചിലപ്പോൾ ഇറക്കുമതി കുറയ്ക്കണമെന്നോ അല്ലെങ്കിൽ വേണ്ടാന്നോ ഉള്ള രീതിയിലാണെങ്കിലും ഇവിടെ അത് പ്രതിഫലിച്ചിട്ടുള്ളത് ജനങ്ങളോട് ഇന്ത്യയിൽ സ്വർണം ഒരു മാസത്തേക്ക് വാങ്ങരുത് എന്നുള്ളൊരു ആഹ്വാനമാണ്. അത് ഒരു വർഷത്തേക്ക് അത് തീർച്ചയായിട്ടും അതൊരു തെറ്റായ ഒരു നമ്മുടെ വിപണിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സന്ദേശമാണത്. ഇവിടെ ആഭ്യന്തര വിപണിയിൽ സ്വർണ്ണമുണ്ട്. ഇറക്കുമതി സ്വർണ്ണം വേണ്ടെങ്കിൽ ആഭ്യന്തര വിപണിയിൽ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള സ്വർണ്ണം ഇവിടെ തന്നെ ഉപയോഗിക്കാനുള്ളതുണ്ട്. അതിനൊരു പ്രൊജക്റ്റ് തയ്യാറാക്കാതെ അല്ലെങ്കിൽ അത് പഠിക്കാതെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വിപണിയെ ആക്രമിച്ചിട്ടുള്ളത്. ഇത് തീർച്ചയായും അപലനീയമായ ഒരു പ്രസ്താവനയാണ്. അത് പിൻവലിക്കണം. കേരളത്തിലെ അതുപോലെ തന്നെ ഇന്ത്യയിലെ സ്വർണ്ണാഭരണ മേഖലയെ തീർച്ചയായും ഇത് തകർച്ചയിലേക്ക് നയിക്കുന്ന ഒരു പ്രസ്താവനയായിട്ട് മാറും. ഈ രാജ്യത്തെ വിദേശ നാണ്യ ശേഖരത്തിന്റെ ഒരു ഭദ്രത, ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്. കാരണം കൂടുതൽ സ്വർണം ഈ രാജ്യത്തേക്ക്